നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. യു പിയിലെ വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളിയിൽ താഴെ ഹിന്ദു വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് പൂജയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഞെട്ടിപ്പിക്കുന്ന കോടതി വിധി ഇന്നലെയാണ് പുറത്തു വന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഇന്നിപ്പോൾ ഈ കോടതി വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന സൈൻ ബോർഡിൽ പള്ളിയുടെ പേര് മാറ്റി അവിടെ ക്ഷേത്രം എന്നാക്കുകയാണ്. തൊട്ടു പിന്നാലെ ക്ഷേത്രം എന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു നടപടി, ആ ഒരു ബോർഡ് എടുത്തു മാറ്റാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടൊന്നുമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരാഴ്ചക്കകം പൂജയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് വാരാണസി ജില്ലാ കോടതി ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയമ പോരാട്ടം അതിൽ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് മസ്ജിദ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മെഹ്റോളിയിൽ, ഡൽഹിയിലെ മെഹ്റോളിയിൽ ഇന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് വിശ്വാസികൾ എത്തും മുമ്പേ തന്നെ പള്ളിയും പള്ളിയുടെ മുന്നിലുണ്ടായിരുന്ന മദ്രസയും ഒക്കെ പൊതുഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കാര്യമായ പേപ്പറുകളും അനുമതി ഒന്നുമില്ലാതെ തന്നെ അത് പൊളിച്ചു കളയുന്ന ദൃശ്യം കൂടി നമ്മൾ കാണുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അതിഭീകരമായൊരു നോർമലൈസേഷൻ, സാധാരണത്വത്തിലൂടെ ഇന്ത്യയിലെ ജനത മുഴുവൻ കടന്നു പോകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമായി സംസാരിക്കുകയാണ്. ദാവൂദ് സാഹിബ്, എന്താണ് തോന്നിയിരുന്നില്ല? ഇപ്പോൾ ഗ്യാൻവാപ്പി ആണ് അടുത്തത് എന്നുള്ളത്, ബാബരി മസ്ജിദിൻ്റെ വഴിയെ ഗ്യാൻവാപ്പിയും പോകുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അവിടെ ഇങ്ങനെയും ഒരു വിധിയിലൂടെ അതിനൊരു കൃത്യമായ അനുമതി ലഭിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ബോർഡ് മാറ്റുന്നു. ഇന്നിപ്പോൾ മെഹ്റോളിയിൽ പള്ളി പൊളിക്കുന്നു. എങ്ങനെയാണ് മൊത്തത്തിലുള്ള സാഹചര്യങ്ങളെ കൂട്ടി വായിക്കേണ്ടത്? ഒരു കണക്ഷൻ മെഹ്റോളിയിൽ ഇന്നത്തെ സംഭവമല്ല, മെഹ്റോളിയിൽ മെനിയാന്ന് നടന്നു. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, ഗ്യാൻവാപ്പിയിലെ പൂജ നടത്താൻ അനുമതി കൊടുക്കുന്നു. ഒരു ജഡ്ജി അങ്ങേര് റിട്ടയർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ അവസാന ദിവസമാണ് ഇങ്ങനൊരു വിധി നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ പൂജ ആരംഭിച്ചു കഴിഞ്ഞു. 7 ദിവസത്തിനകം ഇതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് വിധി. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ പൂജ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതേ പാറ്റേണിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ബാബരി മസ്ജിദിൽ ഫൈസാബാദ് ജില്ലാ കോടതിയാണ് ആദ്യം ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അതേ പാറ്റേണിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിലേറ്റവും വലിയ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരർത്ഥത്തിൽ ഈ ഗ്യാൻവാപ്പി കേസ് സുപ്രീം കോടതിയുടെ മുമ്പിലുള്ളൊരു കേസാണ്. അതിനിടയിലാണ് ഈ ജില്ലാ കോടതി വേറൊരു വിധി നൽകുന്നത്. അപ്പോൾ ഈ മസ്ജിദ് കമ്മിറ്റിക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഹൈക്കോടതി പൊക്കോളൂ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ആലോചിച്ചേക്കണം, ഈ 1991 പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഇവിടെ നിലനിൽക്കെ ആ ആക്ടിൻ്റെ പ്രകടമായ ലംഘനമാണെന്ന് ഒരു നിയമത്തെക്കുറിച്ചുള്ള പ്രാഥമിക ജ്ഞാനമുള്ള ആർക്കും മനസ്സിലാകാവുന്ന ഒരു ലംഘനം നടന്നിട്ട് സുപ്രീം കോടതി എടുക്കുന്ന സമീപനം ഇതാണ്. പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോകും. അറിയാം, ഇതിലെന്താണോ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാശി മധുര ബാക്കി ഹേ എന്നവർ നേരത്തെ തന്നെ മുദ്രാവാക്യം വിളിച്ചതാണ്. അടുത്തത് മധുരയാകും. മാത്രമല്ല VHP 80കളിൽ തന്നെ ഏതാണ്ട് 3000 പള്ളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, തിരിച്ചു പിടിക്കേണ്ട പള്ളികളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ ക്ലെയിമുകൾ വരും. നമുക്കറിയാം, ഇവിടെ കുത്തബ് മിനാറിൽ ക്ലെയിമുണ്ട്, അത് വിഷ്ണു സ്തംഭമാണ്, അത് മിനാരമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്ലെയിമുണ്ട്. താജ്മഹലിൽ ക്ലെയിമുണ്ട്, അത് താജ്മഹലല്ല, തേജോ മഹാലയാണ്. ഉത്തരേന്ത്യയിലെ പരശതം പള്ളികളെക്കുറിച്ച് ഇത്തരം ക്ലെയിമുകളുണ്ട്. പലയിടത്തും അത് ഉയരാറുണ്ട്. ഒരു തവണ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്, ഈ മോഹൻജി ഭാഗവതിന് തന്നെ പറയേണ്ടി വന്നു, എല്ലായിടത്തും പോയി ഇത് ശിവലിംഗം തപ്പേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് പോലും പറയേണ്ടി വരുന്ന വിധം ഈ പറയുന്ന ഇതൊരു സ്പ്രീ ആയിട്ട് എല്ലായിടത്തും ഇതിൻ്റെ ഒരു പരമ്പര, ശിവലിംഗം കണ്ടെത്തുക, അല്ലെ പഴയ എന്തെങ്കിലും അവശിഷ്ടം കണ്ടെത്തുക, എന്നിട്ട് ക്ലെയിം ഉന്നയിക്കുക, ബഹളം ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അടച്ചിടുക, കോടതി വ്യവഹാരങ്ങളിലേക്ക് പോവുക. അങ്ങനെയാണ് ആ പാറ്റേണാണ് ഇവർ ഇത് ശ്രദ്ധിക്കണം. ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരം കുറേ ആയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ്. അപ്പോൾ പള്ളിയുടെ നെയിം ബോർഡാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മസ്ജിദ് എന്നുള്ളത് മന്ദിർ എന്നാക്കിയിട്ടുണ്ട്. എത്ര ദിവസം പള്ളി അവിടെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇതിലൊരു കൗതുകകരമായ ഘടകം അല്ലെങ്കിൽ വിചിത്രമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം അതിലെ ഓരോ മൂവും
രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു, വലിയ രീതിയിലത് വിവാദമായിരുന്നു, രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതികരണങ്ങളുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ദേശീയ തലത്തിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പ്രതികരണം സൈഫ് ശ്രദ്ധിച്ചു? ഇവിടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, CPM-ൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നുമില്ല. മുസ്ലിം സംഘടനകൾ, മുസ്ലിം സംഘടന മുസ്ലിം ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ്, അതാണ് ഒരു പൊതുവായ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. E.T. മുഹമ്മദ് ബഷീറിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി E.T. മുഹമ്മദ് ബഷീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിലപ്പുറം ഇത് ഒരു ഉത്തർപ്രദേശിൽ നിന്നോ അല്ല ഡൽഹിയിൽ നിന്നോ ഗൗരവപ്പെട്ട തരത്തിൽ ഒരു മുസ്ലിം പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% വരുന്ന ലോക മുസ്ലിം സമൂഹത്തെ എടുത്തോളം ലോകത്തെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം താമസിക്കുന്ന 3ാമത്തെ രാജ്യമാണ്. ഇന്തോനേഷ്യയും പാകിസ്ഥാനും കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലേക്കാളും കുവൈറ്റിലെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുള്ളതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു സമൂഹമാണ്. അങ്ങനെ വലിയൊരു സമൂഹമാണല്ലോ. അങ്ങനെ ഒരു സമൂഹം സമ്പൂർണ്ണമായി നിശബ്ദരാക്കപ്പെട്ട ഒരു സന്ദർഭം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്രപരമായ ഇതിൻ്റെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നു. കാരണം ഒരു ജനത ശബ്ദമില്ലാത്തവരായി മാറുക, ഒരു ജനതയ്ക്ക് വോയിസ് ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ അവർക്ക് ശബ്ദിക്കാൻ സാധിക്കാതെ വരിക, അവർക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഒരുതരം കാതടപ്പിക്കുന്ന മൗനം എന്ന് നമ്മൾ പറയാമല്ലോ, ഒരുതരം ഭീതി ഉണ്ടാക്കുന്ന നിശബ്ദതയാണ് ഇങ്ങനെ പൂണ്ടു നിൽക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ എന്താണ് ശബ്ദിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്തിനെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടത് എന്നുപോലും നിശ്ചയമില്ലാത്ത വിധം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു വീഴുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 1875 സ്ഥാപിതമായ നമ്മുടെ ഇന്നത്തെ സങ്കല്പത്തിലുള്ള ഒരു ഇന്ത്യ ഫോം ചെയ്യുന്നതിൻ്റെയൊക്കെ എത്രയോ കാലം മുമ്പ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇത് ഇന്നലെയും മിനിയാന്നും ഒക്കെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ വലിയ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ന്യൂനപക്ഷ പദവി എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട്. ആ സ്ഥാപനം നമുക്കറിയാം, അത് ചരിത്രത്തിൽ നിർവഹിച്ചുള്ള ധർമ്മം അറിയാം, വിദ്യാഭ്യാസ രംഗത്ത് അവർ നൽകിക്കൊണ്ട സംഭാവനകൾ അറിയാം. ഇപ്പോൾ ഗ്യാൻവാപിയുടെ കാര്യമാകട്ടെ, അയോധ്യയുടെ കാര്യമാകട്ടെ, ഓക്കെ, അതിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. പണ്ടേതോ കാലത്ത് അമ്പലം പൊളിച്ചതാണ്, ഇങ്ങനെ രാമൻ ജനിച്ച സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാദമെങ്കിലും വരുന്നുണ്ട്. അലിഗഡിന് എന്താ പ്രശ്നം? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ മാത്രമായിരുന്നു. മുസ്ലിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരത്തിൽ പോലും ഏർപ്പെടരുത് എന്ന അഭിപ്രായക്കാരനായിരുന്നു പുള്ളി. അത് നമ്മുടെ ഭാവിയെ തകർക്കും, പിള്ളേരെ പഠിപ്പിക്കാൻ വിടും എന്ന നിലപാടുള്ള കക്ഷിയായിരുന്നു. അതങ്ങനെയാണ് അദ്ദേഹത്തിന് സർ പദവി ലഭിക്കുന്നത്. ബ്രിട്ടീഷുകാരാണ് അദ്ദേഹത്തിന് സർ പദവി കൊടുക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ സ്ഥാപിച്ച സ്ഥാപനം അതിങ്ങനെ മുന്നോട്ട് പോകുന്നു, വളരുന്നു. അത് നാട്ടിൽ ഒരു പ്രശ്നമില്ല, പക്ഷേ അത് പ്രശ്നവൽക്കരിക്കുന്നു, അതിനെ ഒരു പ്രശ്നസ്ഥലിയാക്കി മാറ്റുന്നു. അങ്ങനെ കോടതി വ്യവഹാരങ്ങൾ പോകുന്നു. എന്തിനാണ് ഈ കോടതി വ്യവഹാരം? കോടതിയിലൂടെ ഒരു നിയമപരമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അതല്ല ലക്ഷ്യം. അതൊരു പ്രശ്ന പ്രദേശമാക്കി മാറ്റുക, അതൊരു പ്രശ്ന സ്ഥാപനമാക്കി മാറ്റുക. അപ്പോൾ ഇനി കോടതി എന്ത് വിധിച്ചാലും വേണ്ടിയില്ല, ചിലപ്പോൾ വേറെന്തെങ്കിലും നിയമം കൊണ്ടുവരും, അങ്ങനെ അതിൻ്റെ ന്യൂനപക്ഷ സ്വഭാവം കളയുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എല്ലാ ദിവസവും നിരന്തരം പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ അക്കുന്തി മസ്ജിദാണെങ്കിൽ മുഗൾ കാലഘട്ടത്തിന് മുമ്പേ നിർമ്മിച്ചത്, 100 വർഷത്തെ പഴക്കം അതിനുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ജീവിതം എന്ന് പറയുന്നത് അനുദിനം നിങ്ങൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പിൽ മുസ്ലിം നേതൃത്വം പകച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് ഈ ഗ്യാൻവാപിയുമായി ബന്ധപ്പെട്ട പ്രതികരണം, അല്ലെങ്കിൽ പ്രതികരണമില്ലായ്മ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം. പക്ഷേ ഒരു ജനതയും അത് ഏത് ജനതയായിക്കോട്ടെ അധികകാലം ഇങ്ങനെ നിശബ്ദരാക്കി നിർത്താൻ പറ്റില്ല. ഈ പ്രതിഷേധവും അമർഷവും അതൊന്നും മനുഷ്യരാണല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നീതി നിഷേധിക്കപ്പെടുന്ന സകല മനുഷ്യർക്കും പ്രതിഷേധം ഉണ്ടാവും, അമർഷം ഉണ്ടാവും.
അത് ഇന്ന് ഒരു പ്രതികരണമായി പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഇന്നിങ്ങനെ അതിങ്ങനെ നിശബ്ദമായി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും വഴിയിലൂടെ അത് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് പുറത്തേക്ക് വരും. അതെങ്ങനെയാണ് എപ്പോഴാണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 75 വർഷമായി അവരോട് ഇവിടെയുള്ള എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്ന, നിരന്തരം നൽകിക്കൊണ്ടിരുന്ന ഉപദേശം എന്താണ്? നിങ്ങൾ സ്വന്തമായി സംഘടിക്കരുത്, നിങ്ങൾ ഇവിടുത്തെ മതേതര മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി മാറണം എന്നല്ലേ. അവരങ്ങനെയാണ് ചെയ്തത്. മഹാഭൂരിപക്ഷവും വളരെ ഈ ഹൈദരാബാദിലെയും കേരളത്തിലെയും മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയാൽ അവരങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ഈ 75 വർഷത്തെ അനുഭവത്തിൽ നിന്ന് അവർക്ക് എന്താണ് ഉണ്ടായത് എന്ന ചോദ്യം ആണ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവരാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരക്ഷരം സംസാരിക്കുന്നില്ല. അവർ സമ്പൂർണ്ണമായ അനാഥാവസ്ഥയിലാണ്. എന്നാൽ സ്വന്തമായ സംഘാടന അവരൊന്നും നിർവഹിച്ചുമില്ല. അവരുടേതായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഘാടനം ഏതെങ്കിലും നിലയ്ക്ക് ഇത്തരം അനീതികളോട് എതിരിട്ട് നിൽക്കുവാൻ, നന്ന ചുരുങ്ങിയ അതിനോട് എൻഗേജ് ചെയ്യാൻ പോലും പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും രാഷ്ട്രീയമോ സാമൂഹികമായ മൂലധനം അവരുടെ കയ്യിലില്ല. ഈ മുഖ്യധാരാ രാഷ്ട്രീയ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങൾ ഏറ്റവും വലിയ മൂലധനം എന്ന് പറഞ്ഞപ്പോൾ അവരാരും ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഇതൊരു തിരിച്ചറിവിൻ്റെ സന്ദർഭം കൂടെയാണ്. കഴിഞ്ഞ 75 വർഷത്തെ ഇന്ത്യൻ ഒരു ജനത എന്നുള്ള നിലക്കുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ യാത്രയിൽ അത് നിർണായകമായൊരു ജംഗ്ഷനാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ അവരെ പുതിയ തലമുറക്കിടയിൽ പലതരം ആലോചനകൾ, ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോകത്ത് ഒരു കൂട്ടരെയും, ഒരു ജനതയെയും, ഒരു സമൂഹത്തെയും ഇങ്ങനെ അധികാരദണ്ഡ് ഉപയോഗിച്ച് അടിച്ചമർത്തി നിശബ്ദരാക്കി നിർത്താൻ പറ്റില്ല. ഈ മൗനം വേറെതെല്ലാമോ വഴിയിൽ വേറൊരു ഊർജ്ജമായി പുറത്തേക്ക് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിഷാദ്, എങ്ങനെയാണ് ഈ നിശബ്ദതയെ, മൗനത്തെ വിലയിരുത്തേണ്ടത്? ഇന്നലെ ഇപ്പോൾ മണിശങ്കർ അയ്യർ പ്രാണപ്രതിഷ്ഠയെ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഒഴിഞ്ഞു പോകണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പം അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ രാജ്യത്തുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗ്യാൻവാപ്പി ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, മുൻ ഡിപ്ലോമാറ്റാണ് അയ്യരാണ്. അങ്ങനെ ഒരു മനുഷ്യനോട് ഒഴിഞ്ഞു പോകാൻ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നു. ഗ്യാൻവാപ്പി അതിനൊട്ട് പിന്നെ മറ്റേ പള്ളി നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ നിശബ്ദതയും മൗനത്തെയും എങ്ങനെ കാണണം? ഞാൻ കാണുന്നത് സേഫ്, നമ്മൾ ഇതിനെക്കുറിച്ച് നല്ല പറഞ്ഞു. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പം സംഘപരിവാരം അവരുടെ രാഷ്ട്രീയ പദ്ധതികൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം നമ്മുടെ സംവിധാനങ്ങളാകെ തന്നെ ആരും നിൽക്കുന്നുള്ളൊരു പ്രത്യേകത ഇതിനകത്ത് കാണാനുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് കോടതികൾ ന്യായമായ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ വിഭജന രാഷ്ട്രീയത്തിൻ്റെ, അക്രമ രാഷ്ട്രീയത്തിൻ്റെ, അപരനെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിനെ തടയാൻ കോടതികൾ ഉണ്ടാവുന്നുള്ള നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിനെ ഈ സാഹചര്യം ദുർബലമാക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് 1991 ആരാധനാലയ സംരക്ഷണ നിയമം എന്നൊരു സംഗതി ഇവിടെ ഉണ്ട്. 1947 ശേഷം ഏതൊക്കെ സ്ട്രക്ചറുകൾ ആരുടെയൊക്കെ ആയിരുന്നു അവരെ നിൽക്കാൻ പാടുള്ളൂ, വേറെ ക്വസ്റ്റ്യൻസിനൊരു സാധ്യതയില്ല എന്നൊരു നിയമം ഇവിടെ ഉണ്ടായിരിക്കും. ആ നിയമം സമ്പൂർണ്ണമായി അപ്രസക്തമായി സേഫ് സച്ചു. ആ നിയമത്തിന് ഇന്ത്യയിൽ ഒരു പ്രസക്തിയും ഇല്ലാതായി. എന്ന് വെച്ചാൽ ഇവിടെ ആരുടെയും സ്ട്രക്ചറിന് മേൽ, ആരുടെയും ആരാധനാലയത്തിന് മേൽ ഈ പറയുന്ന പരിവാരത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. ആ അവകാശവാദമായിട്ട് വന്നാൽ കോടതി അതിനെല്ലാം ASIയോട് പരിശോധിക്കാൻ പറയും, അല്ലെങ്കിൽ കോടതി അത് പൂട്ടിയിടാൻ പറയും, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ആരാധന നിർവഹിക്കാൻ കൊടുക്കും. ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാ കേന്ദ്രത്തിൽ മറ്റൊരു വിഭാഗം കൂടി പ്രാർത്ഥിച്ചോട്ടെ എന്ന വിപത്കരമായ കീഴ്വഴക്കം കോടതികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 91 നിയമത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ, ദീർഘകാല ലക്ഷ്യത്തോടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷമായ നിലനിൽപ്പിനെ സ്വപ്നം കണ്ടുകൊണ്ട് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയ ഒരു നിയമത്തെ കോടതികൾ തന്നെ അതിലംഘിക്കുകയാണ് എന്നതാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്ന ഏറ്റവും വലിയ നിരാശ. അപ്പോൾ ഇതിനകത്ത് വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കി ഇതിൻ്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗ്യാൻവാപ്പി മസ്ജിദ് പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയണമെന്നുള്ളതല്ല ഇപ്പോഴത്തെ അവരുടെ ആവശ്യം, മറിച്ച് അത് ഞങ്ങൾക്കും ആരാധിക്കാൻ കിട്ടണം. ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ജ്യോതിർലിംഗങ്ങൾ അതിനകത്തുണ്ട്, അപ്പോൾ അതിനകത്ത് പ്രാർത്ഥിക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ ഹർജി പോകുന്നത്. ഫൈനലി അവർക്കിതാ സുപ്രീം കോടതി ഇതിൻ്റെ നിൽക്കെ തന്നെ പള്ളിയുടെ കോമ്പൗണ്ടിൽ, പള്ളിക്കകത്ത് പ്രാർത്ഥന നിർവഹിക്കാനുള്ള അവകാശം ഇതാ കോടതി വെച്ച് കൊടുത്തിരിക്കുകയാണ്. സുപ്രീം കോടതി അത് ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല എന്ന് പറയുകയാണ്. സുപ്രീം കോടതിയിലുള്ളൊരു കേസ് ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒഴിവാക്കുകയാണ്. ഇത് ഞങ്ങളുടെ കയ്യിലുള്ള ഭൂമിയാണ്, ഞങ്ങളുടെ പള്ളിയാണെന്നുള്ള സകല റവന്യൂ രേഖകളും തുടക്കത്തിൽ ഹാജരാക്കിയിട്ടും അത് പരിഗണിക്കാതെ
ഇത് കുഴിക്കാനുള്ള ആവശ്യത്തെ കോടതി അംഗീകരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 8 മണിക്ക് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരായിരിക്കും വരിക? അപ്പോൾ അവർ നിലവിൽ ഇപ്പോൾ ആളുകളെ അയക്കുന്നില്ല. കാരണം പാർട്ടി ഒരു പൊസിഷൻ എടുത്തിട്ടില്ല അതിനകത്തുനിന്നാണ്. ഇനി എപ്പോഴാണ് പാർട്ടി പൊസിഷൻ എടുക്കുക? ഈ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വം അതിൻ്റെ സംഹാര രൂപം കാണിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. എന്താണ്? ഇന്നിപ്പോൾ ബജറ്റിനകത്ത് പോലും അവർ കൂടുതൽ പോപ്പുലിസ്റ്റ് സ്വഭാവമുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. കാരണം എന്താ? അങ്ങനെ ബജറ്റിൽ ഏതെങ്കിലും ആദായ നികുതി കുറച്ചുകൊണ്ടോ പെട്രോളിന് വില കുറച്ചിട്ടൊന്നും അല്ല ഞങ്ങളുടെ പ്ലാൻ പുറത്താണ്. അത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു, ഗ്യാൻവാബി ഞങ്ങൾ പിടിക്കാൻ പോകണം, ഞങ്ങൾക്ക് വേറെ പ്ലാനുണ്ട്. അതുകൊണ്ട് പെട്രോളിന് വില കുറച്ചിട്ട് കിട്ടുന്ന വോട്ടൊന്നും വേണ്ട എന്നവർക്ക് തീരുമാനമാണ്. ആ കോൺഫിഡൻസാണ് നമ്മളിപ്പോൾ കണ്ടത്. അവർ കുറേ പഴയ കഥ വായിച്ച് വിട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏറ്റവും മൂർത്തമായ ഒരു സാഹചര്യത്തിൽ പോലും ഒരു പൊസിഷൻ എടുക്കാൻ കഴിയാതിരിക്കുക എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും അപകടകരമായത്. ദാവൂസായി പറഞ്ഞ പോലെ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ അവരുടെ ഏറ്റവും വലിയ മതനിരപേക്ഷ ബദലെന്ന് പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു സ്പേസിൽ നിന്ന് ഒരു ആശാകിരണവും ഉണ്ടാവുന്നില്ല എന്നതാണ്. അപ്പോൾ വാരാണസി തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മോദി അവിടെ എത്രയോ കാലമായി ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ 2014 മോദിക്ക് ഗുജറാത്തിലൂടെ നിന്ന് മെസ്സേജ് ജയിക്കായിരുന്നല്ലോ. അങ്ങനല്ല, വാരാണസി തിരഞ്ഞെടുക്കുന്നത് വാരാണസി അവർക്കറിയാവുന്ന വിഭജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കാൻ കഴിയും. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ വലിയ നവീന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാൻ ഇനി നമുക്ക് ഈ പള്ളി പിടിക്കേണ്ട എന്ന ചോദ്യമായിട്ടാണ് അവിടേക്ക് മോദി വരുന്നത്. വാരാണസി അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രമാണ്. അവിടെ ലോകത്തെ നോക്കൂ, ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേരിയുള്ള സ്ഥലമാണ് വാരാണസി. എന്ന് വെച്ചാൽ നഗരങ്ങളിലെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളിലും 1/3 ചേരികളാണ്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ്. പകുതിയിലധികം ചേരികളുള്ള ഏറ്റവും ദുർബലരായ മനുഷ്യരുള്ള ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരുള്ള സ്ഥലമാണ് വാരാണസി. അവരുടെ ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷം പേരും. അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ 2 ടേം അവിടെ MP ആയിരുന്ന നരേന്ദ്രമോദി എന്ത് ചെയ്തു? അപ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസവും ആചാരവും അവരുടെ പ്രൈഡും തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും താഴെത്തട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ പോയാൽ ഒരുപാട് പഠന റിപ്പോർട്ടുകൾ വാരണാസിയെക്കുറിച്ച് മാത്രം, വാരണാസിയിലെ ചേരികളെക്കുറിച്ച് കിട്ടും. അവരുടെ വിദ്യാഭ്യാസ മേഖല, അവരുടെ ആരോഗ്യ മേഖല, അവർക്ക് കുടിവെള്ളം, അവരുടെ ഭക്ഷണം, അവരുടെ തൊഴിൽ. 150 രൂപയിൽ താഴെ പൈസ കൊണ്ട് ഒരു ദിവസം ജീവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളാണ് മഹാഭൂരിപക്ഷം എന്നോടുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തെ ആരോഗ്യകരമാക്കാൻ, വീണ്ടെടുക്കാൻ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? നമുക്ക് ഗ്യാൻവാബി പള്ളി പിടിക്കേണ്ടതാണ്. അപ്പോൾ പള്ളി എന്നുള്ള സൈൻ ബോർഡിന് നേരെ ടെമ്പിൾ എന്ന് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നിരാശാജനകമായ സാഹചര്യമാണ്. നമ്മൾ ബാബരി മസ്ജിദിൻ്റെ പുരാതനമായ ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കരുതെന്നൊക്കെ പ്രസംഗിക്കുന്ന മുസ്ലിം വിഭജന സംഘടനാ നേതാക്കന്മാരെ പോലും കണ്ടു. അത് നിരാശപ്പെടുത്തുകയാണ്. കാരണം ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് വിളിച്ച മുദ്രാവാക്യം കാശി മധുര ബാക്കിയ എന്നാണ്. ബാബരി മസ്ജിദ് ഒരു തുടക്കമല്ല ഒടുക്കമല്ല, അതൊരു തുടർച്ചയായിരിക്കും. അതൊരു രാഷ്ട്രീയ പദ്ധതിയുടെ സഞ്ചാരത്തിലെ ഒരു നാഴികക്കല്ല് മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന തലമുറ ഉണ്ടാവണം. അതുകൊണ്ട് നിശബ്ദത ഒരു നിരാശയായിരിക്കെ തന്നെ നിശബ്ദത കൊണ്ട് എത്ര കാലം പോകാൻ പറ്റും? നമ്മൾ ഈ മതനിരപേക്ഷ മനസ്സുള്ളവർ, ന്യൂനപക്ഷങ്ങൾ, അവർ നിശബ്ദരായിരിക്കാൻ ഉദ്ദേശമെങ്കിൽ ഫാസിസത്തിന് അവരെ പ്രകോപിപ്പിക്കാനായിരിക്കും ആഗ്രഹം. അപ്പോൾ അതിന് അടുത്ത ഘട്ടത്തിലേക്ക് അവർ കിടക്കും. സോ അതുകൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആരെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെയാണ്. ഇതിനോടൊന്നും ഒരു ലൈറ്റ് വേർഷൻ സമീപനം കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. അല്ല ഇപ്പോൾ എന്താ പറയാനത്? അപ്പോൾ അങ്ങേയറ്റം ആപൽക്കരമായൊരു സാഹചര്യമാണ്. എല്ലാത്തരം പ്രതികരണങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടോ പേടിപ്പിച്ചു നിർത്തിക്കൊണ്ടോ ഒക്കെയാണ് ഈ പ്രോജക്റ്റുകളെല്ലാം നടപ്പാക്കുന്നത് എന്നുള്ളതും കൂടി കാണണം.